എന്തുകൊണ്ടാണ് ഫെബ്രുവരിയിൽ മാത്രം 28 ദിവസങ്ങളുള്ളത്? ബാക്കി എല്ലാ മാസങ്ങളിലും 30-31 ദിവസങ്ങളുണ്ടല്ലോ. നമ്മൾ എപ്പോഴെങ്കിലുമൊക്കെ അത് ആലോചിച്ച് നോക്കിയിട്ടില്ലേ? അതെന്താണെന്ന് അറിയാമോ? നമുക്കൊന്ന് നോക്കിയാലോ. ഇന്ന് നമ്മൾ ഉപയോഗിക്കുന്ന ഗ്രിഗോറിയൻ കലണ്ടറിന്റെ ആദ്യ രൂപമായ റോമൻ കലണ്ടറിൽ ഇന്നത്തെ പോലെ 12 മാസങ്ങൾ ഉണ്ടായിരുന്നില്ല. പകരം മാർച്ചിൽ ആരംഭിച്ച് ഡിസംബറിൽ അവസാനിക്കുന്ന വിധം 304 ദിവസങ്ങളുള്ള 10 മാസങ്ങളാണ് ഉണ്ടായിരുന്നത്. ബാക്കി വരുന്ന ദിവസങ്ങൾ അതിശൈത്യകാലമായിരുന്നതുകൊണ്ടും കൃഷിക്ക് അനുയോജ്യമല്ലാതിരുന്നതുകൊണ്ടും കലണ്ടറിൽ ഉൾപ്പെടുത്തിയിരുന്നില്ല. BC 713 റോമൻ രാജാവായിരുന്ന ന്യൂമ പോംപിലിയസ് ആണ് ജനുവരി ആദ്യ മാസമായും ഫെബ്രുവരി കലണ്ടറിലെ അവസാന മാസമായും ഉൾപ്പെടുത്തി കലണ്ടർ നവീകരിച്ചു. ഈ കലണ്ടർ പ്രകാരം മാർച്ച്, മെയ്, ജൂലൈ, ഒക്ടോബർ 31 ദിവസങ്ങളും ഏപ്രിൽ, ജൂൺ, ഓഗസ്റ്റ്, സെപ്റ്റംബർ, നവംബർ, ഡിസംബർ എന്നീ മാസങ്ങൾ 29 ദിവസങ്ങളും ജനുവരി, ഫെബ്രുവരി എന്നിവയിൽ 28 ദിവസങ്ങളും വീതമാകെ 354 ദിവസങ്ങളാണ് ഉണ്ടായിരുന്നത്. എന്നാൽ 354 എന്നത് ഇരട്ട അക്കമായതുകൊണ്ടും അത് ലക്ഷണക്കേടാകുമെന്ന് വിശ്വസിച്ചിരുന്ന റോമക്കാർ ജനുവരിയിൽ ഒരു ദിവസം അധികരിപ്പിച്ച് ആകെ 355 ദിവസങ്ങളുള്ള കലണ്ടറാക്കി അതിനെ മാറ്റി. അവസാന മാസമായ ഫെബ്രുവരി പ്യൂരിഫിക്കേഷൻ റിച്വൽ കൊണ്ടാടുന്ന മാസമായി കണക്കാക്കി പോന്നു. എന്നാൽ ഈ കലണ്ടർ സൗരവർഷത്തേക്കാൾ 10 ദിവസം കുറവായിരുന്നതിനാൽ ഓരോ 2 വർഷം കൂടുമ്പോൾ ചാന്ദ്ര സൗരദിനങ്ങൾ അഡ്ജസ്റ്റ് ചെയ്യാൻ ഫെബ്രുവരി ദിവസങ്ങൾ 23 ആക്കി ചുരുക്കുകയും മെഴ്സഡോണിയം, അതായത് വർക്ക് മന്ത് എന്ന 27 അല്ലെങ്കിൽ 28 ദിവസങ്ങളുള്ള ഒരു അധിക മാസം ഉൾപ്പെടുത്തുകയും ചെയ്തു പോന്നു. എന്നാൽ ചിലപ്പോഴൊക്കെ രാഷ്ട്രീയ കാരണങ്ങളാൽ ഈ അഡ്ജസ്റ്റ്മെന്റ് നടത്താതെയും വരുന്നു. അങ്ങനെ BC 1-ാം നൂറ്റാണ്ടായപ്പോഴേക്കും റോമൻ കലണ്ടർ ഫുൾ കൺഫ്യൂഷനായി മാറി. തുടർന്ന് BC 46 ജൂലിയസ് സീസർ വ്യത്യാസം വന്നുകൊണ്ടിരുന്ന 10 ദിവസത്തിൽ 10 ദിവസങ്ങളെ ഫെബ്രുവരി ഒഴികെയുള്ള മാസങ്ങളിൽ ക്രമീകരിച്ചുകൊണ്ട് 365 ദിവസമുള്ള ജൂലിയൻ കലണ്ടർ അവതരിപ്പിച്ചു. കാൽ ദിവസം അഡ്ജസ്റ്റ് ചെയ്യാനായി 4 വർഷം കൂടുമ്പോൾ ഒരധിക ദിവസം ഫെബ്രുവരിയിൽ ഉൾപ്പെടുത്താനും തീരുമാനമായി. സൂര്യവർഷം 365 ദിവസത്തിൽ കുറച്ചു കുറവായതിനാൽ അതിവർഷം കണക്കാക്കുന്ന ഈ രീതി 1582 പോപ്പ് ഗ്രിഗറി 13 ഉത്തരവോടുകൂടി പുനർനിർണയിക്കുകയും എല്ലാ 4 വർഷം എന്നതിനു പകരം 4ന്റെ ഗുണിതങ്ങളായ എന്നാൽ 100ന്റെ ഗുണിതങ്ങളല്ലാത്ത വർഷങ്ങൾ അതിവർഷമായി കണക്കാക്കി തുടങ്ങി. എന്നാൽ 100ന്റെ ഗുണിതങ്ങൾ 400ന്റെ ഗുണിതങ്ങളാണെങ്കിൽ അവയും അതിവർഷമായി കണക്കാക്കുന്നതാണ്. ഉദാഹരണത്തിന് 2000 ഒരു അതിവർഷമായിരുന്നു, എന്നാൽ 1900 അതിവർഷമായിരുന്നില്ല. അങ്ങനെ കലണ്ടർ പരിഷ്കരണങ്ങളുടെ ഭാഗമായി 28 ദിവസങ്ങളുള്ള ഫെബ്രുവരി എന്ന മാസം അവസാന മാസമായി ഉൾപ്പെടുത്തി. ശേഷം 2ാം മാസമായി പ്രൊമോഷൻ കിട്ടിയെങ്കിലും 28 ദിവസങ്ങൾ എന്നുള്ളത് അങ്ങനെ തന്നെ തുടരുകയാണ് ചെയ്തത്. അങ്ങനെയാണ് നമ്മൾ ഇപ്പോൾ ഉപയോഗിക്കുന്ന കലണ്ടർ രൂപീകൃതമായത്. കൂടുതൽ അറിവുകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.